പഠനം പൂർത്തിയാക്കി ഇപ്പോൾ വർക്ക് പെർമിറ്റിൽ കഴിയുന്നവർക്കും ഇന്ത്യയിൽ നിന്ന് നേരിട്ട് കാനഡയിൽ സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നവർക്കും ഏറെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ PGWP കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലും ജനറൽ എക്സ്പ്രസ് എൻട്രി ഡ്രോകളിലെ CRS സ്കോർ വളരെ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലും കുറഞ്ഞ സ്കോർ ഉള്ളവർക്ക് കാനഡയിൽ തുടരാനുള്ള വഴികൾ തേടേണ്ടി വരികയാണ്. ഇതിനിടയിലാണ് ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യമുള്ള അപേക്ഷകർക്ക് വലിയ നേട്ടം നൽകുന്ന എക്സ്പ്രസ് എൻട്രി ഡ്രോ ശ്രദ്ധ നേടുന്നത്. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അഥവാ IRCC നടത്തിയ ഏറ്റവും പുതിയ എക്സ്പ്രസ് എൻട്രി ഡ്രോയിൽ 5000 അപേക്ഷകർക്കാണ് പെർമനന്റ് റെസിഡൻസിനുള്ള ഇൻവിറ്റേഷൻ ടു അപ്ലൈ അഥവാ ITA ലഭിച്ചത്. ഈ ഡ്രോയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം CRS കട്ട് ഓഫ് സ്കോർ 382 കുറഞ്ഞതാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ CRS കട്ട് ഓഫ് സ്കോർ ആണിത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഈ പ്രത്യേക ഡ്രോ ഫ്രഞ്ച് ഭാഷയിൽ ആവശ്യമായ യോഗ്യതയുള്ള അപേക്ഷകർക്കായി മാത്രമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഭാഷ അറിയാവുന്ന മലയാളി അപേക്ഷകർക്ക് ഈ അവസരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മനസ്സിലാക്കാൻ അതേ സമയത്ത് നടന്ന മറ്റ് എക്സ്പ്രസ് എൻട്രി ഡ്രോകളുമായി താരതമ്യം ചെയ്യാം. കാനഡയിൽ ഇതിനകം ജോലി ചെയ്ത് പരിചയം നേടിയവർക്കുള്ള കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് അഥവാ CEC ഡ്രോയിൽ കട്ട് ഓഫ് സ്കോർ 523 ആയിരുന്നു. ഈ ഡ്രോയിൽ 1000 അപേക്ഷകർക്കാണ് ക്ഷണം ലഭിച്ചത്. അതേസമയം പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അഥവാ PNP വഴി അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ കട്ട് ഓഫ് സ്കോർ 760 മുകളിലായിരുന്നു. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ 382 എന്ന ഫ്രഞ്ച് വിഭാഗത്തിലെ കട്ട് ഓഫ് വളരെ കുറവാണ്. ഉദാഹരണത്തിന് 2 വർഷത്തെ കനേഡിയൻ പ്രവൃത്തി പരിചയവും IELTS-ൽ 8-ലധികം ബാൻഡുമുള്ള ഒരു മലയാളി ഉദ്യോഗാർത്ഥിക്ക് പോലും പരമാവധി 470 മുതൽ 490 വരെ സ്കോർ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന കണക്ക്. അത്തരത്തിലുള്ള അപേക്ഷകർക്ക് നിലവിലെ സാഹചര്യത്തിൽ ജനറൽ ഡ്രോ വഴിയോ CEC വഴിയോ PR നേടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഫ്രഞ്ച് ഭാഷയിൽ ആവശ്യമായ യോഗ്യത നേടുന്ന ഒരാൾക്ക് 382 എന്ന കുറഞ്ഞ CRS പരിധിയിലുള്ള ഡ്രോയിൽ അവസരം ലഭിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് കാനഡ ഫ്രഞ്ച് ഭാഷയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യം നൽകുന്നത്? നമുക്ക് നോക്കാം. ക്യൂബക്കിന് പുറത്തുള്ള കാനഡയിലെ മറ്റ് പ്രവിശ്യകളിൽ ഫ്രഞ്ച് സംസാരിക്കുന്ന ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നത് കനേഡിയൻ സർക്കാരിന്റെ പ്രധാന നയങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് എക്സ്പ്രസ് എൻട്രി സംവിധാനത്തിൽ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകുന്നത്. 2026 നടന്ന 10 ഫ്രഞ്ച് ഡ്രോകളിലൂടെ 50,500-ലധികം ആളുകൾക്ക് IRCC ക്ഷണം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഈ വർഷം വിതരണം ചെയ്ത എക്സ്പ്രസ് എൻട്രി PRകളുടെ 42% ഫ്രഞ്ച് വിഭാഗത്തിലൂടെയാണെന്ന് പറയുന്നു. ഈ രീതിയിലുള്ള നയം 2029 വരെ തുടരാനാണ് കാനഡ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു മലയാളി ഉദ്യോഗാർത്ഥിക്ക് ഈ അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ്. ഫ്രഞ്ച് ഭാഷ മാതൃഭാഷയായിരിക്കണമെന്നില്ല. അതുപോലെ ഫ്രഞ്ച് ഭാഷയിൽ പ്രൊഫഷണൽ ബിരുദം ഉണ്ടായിരിക്കണമെന്നുമില്ല. TEF കാനഡ അല്ലെങ്കിൽ TCF കാനഡ എന്ന ഫ്രഞ്ച് ഭാഷാ പരീക്ഷകളിൽ ആവശ്യമായ NCLC ലെവൽ 7 നേടുകയാണ് പ്രധാന കാര്യം. NCLC എന്നത് കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച്മാർക്ക് സംവിധാനത്തിലെ ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യത്തിന്റെ അളവാണ്. നൽകിയിരിക്കുന്ന വിവരം അനുസരിച്ച് NCLC ലെവൽ 7 ഇംഗ്ലീഷിലെ B2 നിലവാരത്തിന് സമാനമാണ്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് പഠിക്കാൻ തയ്യാറുള്ള ഒരു മലയാളി ഉദ്യോഗാർത്ഥിക്ക് ഇത് നേടാനുള്ള സാധ്യതയുണ്ട്. 6 മുതൽ 8 മാസം വരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് പഠിച്ചാൽ ഈ ലെവലിൽ എത്താൻ സാധിക്കാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഫ്രഞ്ച് പഠിച്ചത് കൊണ്ട് മാത്രം 382 CRS സ്കോർ ഉറപ്പാകില്ല. എക്സ്പ്രസ് എൻട്രിയിൽ പ്രായം, വിദ്യാഭ്യാസം, യോഗ്യത, പ്രവൃത്തി പരിചയം, ഭാഷാ സ്കോർ തുടങ്ങിയ പല ഘടകങ്ങളും പരിഗണിച്ചാണ് CRS സ്കോർ കണക്കാക്കുന്നത്. എന്നാൽ ഫ്രഞ്ച് ഭാഷാ യോഗ്യത നിങ്ങളുടെ പ്രൊഫൈലിന് അധിക പോയിന്റുകളും ഫ്രഞ്ച് ലാംഗ്വേജ് കാറ്റഗറി ഡ്രോയിൽ പരിഗണിക്കപ്പെടാനുള്ള അവസരവും നൽകും. അതുകൊണ്ട് കാനഡയിൽ ഇപ്പോൾ വർക്ക് പെർമിറ്റിൽ കഴിയുന്നവർക്ക് ഈ വഴി ഗൗരവമായി ചിന്തിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് PGWP കാലാവധി അവസാനിക്കുന്നവരും ജനറൽ എക്സ്പ്രസ് എൻട്രിയിൽ ആവശ്യമായ CRS സ്കോർ നേടാൻ കഴിയാത്തവരും ഫ്രഞ്ച് ഭാഷാ യോഗ്യത നേടാനുള്ള സാധ്യത പരിശോധിക്കണം. ഇംഗ്ലീഷ് IELTS മാത്രം ആശ്രയിക്കുന്നതിന് പകരം ഫ്രഞ്ച് ഭാഷയും പഠിക്കുന്നത് ചില അപേക്ഷകർക്ക് PR നേടാനുള്ള അവസരം വർദ്ധിപ്പിച്ചേക്കാം. ഇന്ത്യയിൽ നിന്ന് കാനഡ PR ലക്ഷ്യമിടുന്നവർക്കും ഇതേ കാര്യം ബാധകമാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, പ്രായം, നിലവിലെ IELTS സ്കോർ എന്നിവ പരിശോധിച്ച് ഫ്രഞ്ച് ഭാഷ കൂടി ചേർത്താൽ നിങ്ങളുടെ CRS എത്രത്തോളം ഉയരുമെന്ന് കൃത്യമായി കണക്കാക്കുക. കാനഡയിൽ പഠിക്കുന്ന മക്കളുടെ PGWP സംബന്ധിച്ച ആശങ്കയുള്ള മാതാപിതാക്കൾക്കും ഈ സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. എന്നാൽ ഒരു കാര്യം നിർബന്ധമായും ശ്രദ്ധിക്കുക. എക്സ്പ്രസ് എൻട്രി നിയമങ്ങളും
ഓരോ ഡ്രോകളുടെയും യോഗ്യതാ മാനദണ്ഡങ്ങളും മാറാൻ സാധ്യതയുള്ളതാണ്. അതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് IRCCയുടെ ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിക്കുകയും ആവശ്യമായാൽ അംഗീകൃത ഇമിഗ്രേഷൻ പ്രൊഫഷണലിന്റെ സഹായം തേടുകയും ചെയ്യുക. കാനഡയിൽ പഠനം പൂർത്തിയാക്കിയവരും നിലവിൽ വർക്ക് പെർമിറ്റിൽ കഴിയുന്നവരും ഇന്ത്യയിൽ നിന്ന് നേരിട്ട് PR ലക്ഷ്യമിടുന്നവരും ഈ അവസരം കൃത്യമായി വിലയിരുത്തുക. നിയമപരമായ ഇമിഗ്രേഷൻ നയങ്ങളും പ്രവാസി അവസരങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.